അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ അലീനോട് സ്റ്റാൻലിയുടെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത്രയും വലിയ വീട്ടിലാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അലീന പറയുന്നത് എനിക്ക് ഇത്രയും വലിയ വീട്ടിലൊന്നും പോകണ്ടായിരുന്നു വെച്ചാൽ അവിടെ ഇഷ്ടം പോലെ സർവൻ്റ് ഉണ്ട് എന്നല്ലേ പറഞ്ഞെന്നാൽ പിന്നെ എനിക്ക് അങ്ങോട്ട് പോകണ്ടായിരുന്നു. ഇവിടെ തന്നെ വല്ല ആസ്പത്രിയിലോ അല്ലെങ്കിൽ വല്ല രോഗിയെ നോക്കണം വല്ല ചെറിയ പണി മതിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് നോക്കട്ടെ മോളെ നിന്നെ ഞാൻ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വിട്ടിട്ട് കാര്യമില്ലല്ലോ. എനിക്കൊരു വിശ്വാസം വേണ്ട നീ അവിടെ സേഫ് ആണെന്ന്. അങ്ങനെ ഒരു സ്ഥലത്തെ ഞാൻ നിന്നെ കൊണ്ടുപോയി ആക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അലീന പറയുന്നുണ്ട് മാമച്ചനും ഗ്രേസമ്മയും പറയുന്നുണ്ട് അവിടെ എന്തെങ്കിലും ഒരു പണി ശരിയാക്കി തരാമെന്ന് പറയുന്നുണ്ട് എന്ന് പറയുന്നത്. ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട് വേണ്ട വേണ്ട അവരൊന്നും കൊണ്ടാക്കണ്ട ഞാൻ നിന്നെ കൊണ്ടാക്കാം. ഞാൻ കൊണ്ടാക്കിയാലേ നീ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് ഉണ്ടാവുള്ളൂ. എനിക്കൊരു ഉത്തരവാദിത്വം വേണ്ടതെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അലീന പറയുന്നുണ്ട് എനിക്ക് അച്ഛനല്ലേ ലോക്കൽ ഗാർഡിയൻ അച്ഛനെക്കാട്ടിലും വേറെ ആരും എന്നെ സേഫായി കൊണ്ടാക്കില്ല എന്ന് പറയണ്ട. എന്നാൽ പിന്നെ നമുക്ക് എന്താ വെച്ചാൽ ആലോചിച്ച് ചെയ്യാം അപ്പം നീ തൽക്കാലം പോകുന്നു പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അലീന താഴത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഭവിതയും കൃഷ്ണമോളാണെങ്കിൽ വെയിറ്റ് ചെയ്യാണ് എന്താ അവർ പറഞ്ഞതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അലീന ഇറങ്ങി വരുന്ന സമയത്ത് കൃഷ്ണമോൾ ചോദിക്കേണ്ടത് എന്താ ചേച്ചി അച്ഛൻ പറഞ്ഞതെന്ന് ചോദിക്കേണ്ടത്. ആ സമയത്ത് ഒന്നും വിട്ട് പറയുന്നില്ല അയാൾ വിളിക്കാന്നാ പറഞ്ഞത് 2 ദിവസത്തിൻ്റെ ഉള്ളിൽ വിളിക്കാന്നാ പറഞ്ഞ ആവശ്യം ഉണ്ടെങ്കിൽ എന്നൊക്കെ പറയുന്നുണ്ട്. എവിടേക്കാന്ന് എന്തെങ്കിലും പറഞ്ഞ ദൂരമുള്ള സ്ഥലത്താണോ ചേച്ചി എന്നൊക്കെ ചോദിക്കുന്നത് നമ്മളെ കൃഷ്ണമോൾ ഒന്നും അറിയില്ല മോളെ അച്ഛനൊന്നും വിട്ട് പറയുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ ഭവിത പറയുന്നുണ്ട് അലീന ചേച്ചിക്ക് എന്ത് ആവശ്യം ഉണ്ടായിരുന്നു അച്ഛനോട് ഇവിടുന്ന് പോകണമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഇപ്പോൾ അച്ഛൻ ഇങ്ങനത്തെ ഒരു സ്ഥലം കണ്ടെത്തി വന്നത്. ഇനിയിപ്പോൾ ചേച്ചി അനുഭവിച്ചോ എന്താച്ചാ എന്ന് പറഞ്ഞിട്ട് ഭവിത ആണെങ്കിൽ ദേഷ്യം വന്നിട്ട് മോളിക്ക് പോകുന്നുണ്ട്. നമ്മുടെ കൃഷ്ണമോളും വല്ലാതെ വിഷമിച്ചിട്ട് ഉള്ളിൽ പോകുന്നുണ്ട്. എന്തായാലും അലീന എല്ലാവരും കൂടി പിന്നെ കാണിക്കണത് ഭക്ഷണം കഴിക്കാൻ എല്ലാവരും റെഡി ആവണമെന്നാണ്. ഭക്ഷണം കഴിക്കാൻ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ അലീനെ കാണാനില്ല. ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് എവിടെ അലീന ആ കുളിക്കുകയാണ് ഇപ്പോൾ വരും വെച്ചാൽ അന്ന് അവൾ വന്ന് കഴിക്കുക അപ്പം ഇല്ല മേക്കപ്പിലാണ് അവൾക്കും ഉണ്ടാ മേക്കപ്പ് ഇല്ല അച്ഛാ വെറും ഒരു പൗഡർ ഒരു പൊട്ടും തൊടാതെ അത് കഴിഞ്ഞപ്പോൾ വരും നമുക്കൊക്കെ ഇരിക്കാമെന്ന് പറയണ്ട. ആ സമയത്ത് നമ്മുടെ കൃഷ്ണമോൾ വീണ്ടും ബാലചന്ദ്രനോട് ചോദിക്കേണ്ട അച്ഛാ എവിടേക്കാണ് അലീന ചേച്ചിയെ പറഞ്ഞയക്കണമെന്ന് ചോദിക്കേണ്ടത്. ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട് എനിക്ക് അവളെ പറഞ്ഞയക്കാൻ ഒട്ടും മനസ്സുണ്ടായിട്ടല്ല മോളെ പക്ഷേ എന്താ ചെയ്യുക അവളെ ഞാൻ പറഞ്ഞയച്ചില്ലെങ്കിൽ പോലും അവളെ തന്നെ ഒറ്റയ്ക്ക് പോയിക്കോളും. അവൾക്ക് കിഴക്കൂട്ടത്താണെങ്കിൽ പണി റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഞാൻ അത് വേണ്ട വിചാരിച്ചിട്ട് അതിലേക്കേറെ കുറച്ചും കൂടി നല്ല സ്ഥലത്ത് അവളെ കൊണ്ടുപോയാക്കാൻ വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത് പറയുന്നത്. ആ സമയത്ത് രോഹിത് ചോദിക്കേണ്ട അച്ഛൻ എവിടേക്കാണ് പോയേ ചോദിക്കേണ്ടത്. ആ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് കുളത്തൂർ പുഴ പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് അത് കുറേ ദൂരമാണോ എന്നൊക്കെ ചോദിക്കേണ്ട കുറച്ച് ദൂരം പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ബബിത പറയേണ്ട ആലീന ചേച്ചി എവിടേക്ക് പോയാലും വേഗം ഇണങ്ങിക്കോളും അവരൊക്കെ ആയിട്ട് വേഗം അടുത്തോളും നമ്മളെയൊക്കെ പിന്നെ മറന്നോളും എന്ന് പറയേണ്ട. ആ സമയത്ത് നമ്മുടെ കൃഷ്ണമോള് പറയേണ്ട അല്ലെങ്കിൽ തന്നെ ഇവിടെ നമ്മളെ ഓർക്കാൻ എന്താല്ല അലീന ചേച്ചി വന്നേ മുതൽ എല്ലാവരും പോരടിപ്പിച്ചിട്ടല്ലേ ഉള്ളൂ നിങ്ങളൊക്കെ ഇപ്പം എന്നെ നന്നായോ അത് എനിക്കും രോഹിയായിട്ടിന് ഇട്ടിട്ടുള്ള പാരയാണെന്ന് പറയുന്നത്. നമ്മുടെ ബബിത അപ്പോഴേക്കും നമ്മുടെ അലീന ചേച്ചി ആണെങ്കിൽ വരുന്നുണ്ട്. അലീന പറയുന്നുണ്ട് എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കണ്ടേ ഇല്ല ഒന്നുമില്ല ചേച്ചിക്ക് ഇവിടെ ഓർക്കാൻ എന്താ അവരൊക്കെ നന്മ ചെയ്തെന്ന് എന്നും ചേച്ചിയെ ദ്രോഹിച്ചിട്ടല്ലേ ഉള്ളൂ എന്ന് പറയണ്ടേ അവരെന്നെ മുറിവാക്കിയിട്ടുണ്ടെങ്കിൽ ആ മുറിക്കുള്ള മരുന്ന് അവർ തന്നെ എനിക്ക് പുരട്ടി തന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒട്ടും വിഷമമില്ല അവരെന്നെ ഏറെ സ്നേഹിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ രോഹിതിക്കും ബബിതയ്ക്കും വലിയ സന്തോഷമുണ്ട്. നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞാൽ അത് കറക്റ്റ് പോയിന്റ് എന്ന് പറയുന്നുണ്ട്. എന്തായാലും എല്ലാവരും വിഷമിച്ചിരിക്കണം കാണുമ്പോൾ നമ്മൾ അലീന പറയുന്നത് വേഗം എല്ലാവരും ഭക്ഷണം കഴിക്കുക ചൂടാറുള്ളൂ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് ഉള്ളിൽ പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് എന്തായാലും നമ്മുടെ അലീന മനുവിനെ വിളിക്കുന്നുണ്ട്. മനുവിനോട് പറയുന്നുണ്ട് മനുവേട്ട 2 ദിവസമായിട്ട് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ക്ലീനിങ്ങും ഒക്കെ ആയിരുന്നു അതുകൊണ്ടാണ് മനുവേട്ടനെ വിളിക്കാൻ സോറി മനുവേട്ടാന്നൊക്കെ പറയുന്നത്. ആ സമയത്ത് നമ്മുടെ മനു പറയുന്നുണ്ട് ബാലചന്ദ്രൻ അങ്കിൾ എത്തിയോ ചോദിക്കണ്ടേ. ആ അങ്കിൾ എത്തി എവിടേക്കാണ് പോയ വലുതും പറഞ്ഞോ എന്നോട് ചോദിക്കണ്ടേ ഇല്ല ഒന്നും പറഞ്ഞില്ല കുളത്തൂർ പുഴ പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോയി പറഞ്ഞു അത് എവിടെ അതൊന്നും എനിക്കറിയില്ല മനുവേട്ടാ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് മനു പറയുന്നുണ്ട് അങ്കിൾ ഏതായാലും വലിയച്ഛനെ കാണാൻ കുന്നൂർ വരെ പോയിരുന്നു ഇത്ര അവിടെ പോയി അങ്കിളോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്ത് കാര്യം ആദ്യത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് ഇത്രയെന്ന് പറയുന്നുണ്ട്. അയ്യോയ്യോ ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നൊക്കെ ചോദിച്ച് ആകെ പ്രശ്നമാവോ എന്ന് പറയുമ്പോൾ നീ അവിടെ നിന്ന് പോവാതിരിക്കും നല്ലത് എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ ഇവിടെ നിന്ന് പോവാതിരുന്ന ആൻറ്റി ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ച് വരില്ല. പിന്നെ മാഡം ആണെങ്കിൽ വാടക വീട്ടിലേക്ക് പോകും വാടക വീട്ടിൽ പോയാൽ പിന്നെ ഡൈവേഴ്സിന് അപ്ലൈ ചെയ്യും പിന്നെ വേറെ കല്യാണം കഴിക്കുക അതൊക്കെ ഏറെ പ്രശ്നം മനുവേട്ട. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ എന്തായാലും ഇവിടുന്ന് പോവുകയാണെന്ന് പറയുന്നുണ്ട്. നീ ഇവിടുന്ന് പോകുമ്പോൾ നീ എന്നെ വിട്ട് അകലോ എന്ന് എനിക്കൊരു പേടിയാവുന്നുണ്ട്. അതൊരിക്കലില്ല മനുവേട്ട ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അലീന ഫോൺ കട്ടാക്കുന്നുണ്ട്. എന്തായാലും മനു വിഷമിച്ച് കട്ടാക്കുന്നുണ്ട്. ആ സമയത്ത് അലീന വിചാരിക്കുന്നുണ്ട് എന്താ ഈ മനുവേട്ടൻ്റെ കാര്യം എന്ന് വിചാരിക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ആവുന്നുണ്ട് നമ്മുടെ ബബിത ആണെങ്കിൽ കോളേജിൽ ഇപ്പോൾ അങ്ങനെ റെഡി ആയിട്ട് പോകുന്ന സമയത്ത് നമ്മുടെ അലീന ബാക്കിൽ വന്ന് നിൽക്ക് നീ ടിഫിൻ ബോക്സ് ഇതാ മറന്നിട്ട് കൊണ്ടുപോകും എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. നേരം വൈകിച്ചിട്ട് സ്പീഡിൽ പോകണ്ട പതുക്കെ പോകണം എന്ന് പറയുന്നുണ്ട്. അവിടെ പോയിട്ട് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയണ്ട. അപ്പോൾ അലീന ചേച്ചി ആരാന്നാ പറയേണ്ട പാലയിലത്തെ പ്രസിഡൻ്റാന്ന് പറയണോ ചോദിച്ചാൽ നീ ആര് പറഞ്ഞാലും വേണ്ടില്ല നീ പക്ഷെ പതുക്കെ പോകണം എന്ന് പറയണ്ട. എന്തായാലും നമ്മുടെ ബബിത്തയ്ക്കാണെങ്കിൽ ഇത് കാണുമ്പോൾ സങ്കടം വന്നിട്ട് വേഗം കയറി വന്നിട്ട് അലീനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ടാറ്റ എന്ന് പറയുന്നത് ഇതെന്താടി എന്ന് പറയുമ്പോൾ ഇതെന്താ മനസ്സിലായി
മനസ്സിലായിട്ടില്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് എന്തായാലും സ്കൂട്ടി എടുത്ത് പോകുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ മനുവും ഗംഗേട്ടനും ശിവേട്ടനും കൂടി നമ്മുടെ ബാലചന്ദ്രനെ കാണാൻ വരുന്നുണ്ട്. ആ സമയത്ത് ഗംഗേട്ടൻ നമ്മുടെ അനിയനോട് പറയേണ്ടത് നീ ഇവിടുന്ന് പോവാന്നൊക്കെ കേട്ടു, എനിക്ക് വല്ലാത്ത വിഷമമുണ്ട് മോളെ എന്ന് പറയുന്നത്. നമ്മുടെ അനിയനാണെങ്കിൽ വിഷമിച്ച് നിൽക്കേണ്ടത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതുപോലെയുള്ള എപ്പിസോഡ് വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.